ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. അപ്പോൾ ഒരു മുഖവരയുടെയും ഒരു ഇൻട്രഡക്ഷൻ്റെയും സഹായമില്ലാതെ നേരെ കാര്യത്തിലേക്ക് കിടക്കുകയാണ് മക്കളെ. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? അതൊന്ന് നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ചിന്തിക്കാം. കാരണം നമ്മുടെ സ്കൂൾ ലൈഫിൻ്റെ ഏറ്റവും അവസാനത്തെ അധ്യായത്തിലെ ഒരു പരീക്ഷയുടെ റിസൾട്ടിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. നിങ്ങൾ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാവും, ഈ പരീക്ഷയും മാർക്കും അല്ല നിങ്ങളെ തീരുമാനിക്കുന്നത്, നിങ്ങൾ എവിടെ എത്തണമെന്ന് തീരുമാനിക്കേണ്ടതും. ഇതിപ്പോൾ ജസ്റ്റ് ഒരു കരിയർ ടേണിംഗ് പോയിന്റ് ആണ്. അതിനു വേണ്ടി ഒന്ന് ഗൈഡൻസ് ചെയ്യുന്ന ഒരു മാർക്കാണ്. ഓക്കെ, അതിനെ ആ ഒരു ലൈറ്റ് സെൻസിൽ എടുക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുവാനുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ഗുഡ് ന്യൂസാണ്, മറ്റൊന്നുമല്ല. ഞാൻ ഇന്നലെ ഒരു അധ്യാപകനുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു ട്രെൻഡാണ്. ഞാൻ പിന്നീട് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ശരിയാണ്. ഈ റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഏറ്റവും പ്രധാനമായിട്ട് ടെൻഷൻ അടിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക. ഈ പരീക്ഷാ ഹാളിൽ നിങ്ങൾ ചെയ്ത് കൂട്ടിയ ചില കാര്യങ്ങൾക്ക് പണി കിട്ടുമോ എന്ന് ആലോചിച്ചിട്ടാണ്. അല്ലെങ്കിൽ പരീക്ഷ കടുപ്പമായത് കൊണ്ട് തനിക്ക് മാർക്ക് കുറയുമോ എന്ന് ആലോചിച്ചിട്ടാണ്. അതുമല്ല എങ്കിൽ അങ്ങ് അൾട്രാ പ്രോ വെർഷൻസ്, അയ്യോ ഇനി മാർക്ക് കുറഞ്ഞാൽ അഡ്മിഷൻ കിട്ടാതാകുമോ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ്. അപ്പോൾ പലർക്കും പല കാരണങ്ങളുണ്ട് ഇങ്ങനെ ചിന്തിച്ച് ടെൻഷൻ അടിക്കാൻ. വേറെ കുറച്ച് പേരുണ്ട്, അയ്യോ നാട്ടുകാരും വീട്ടുകാരും എന്ത് പറയും, പണി കിട്ടുമോ എന്നൊരു സംഭവം. എന്തൊക്കെ തന്നെ ആയാലും ഈ വീഡിയോ കാണുന്നത് പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ് ഇപ്പോൾ സമയം നോക്കി ക്ലോക്ക് നോക്കി നാളെ 3 മണി വരെ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ. അത് കെമിസ്ട്രി, അതായത് സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഏത് തന്നെ ആയാലും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ അധ്യാപകനുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. അഖിലെ, ഒരു ട്രെൻഡ് ഉണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ. അത് എപ്പോഴും ആവർത്തിക്കണമെന്നില്ല, പക്ഷെ മോസ്റ്റ്ലി അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം ഒരു തെളിവ് കൂടി പറഞ്ഞു. അപ്പോൾ സംഭവം ഇതാണ്: എപ്പോഴൊക്കെ നമ്മുടെ പരീക്ഷകൾ ജനറലായിട്ട് കടുപ്പിച്ചിട്ടുണ്ടോ? നമുക്കറിയാം ഇത്തവണ പരീക്ഷ കടുപ്പം തന്നെയായിരുന്നു. അത് സയൻസ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ. സയൻസിൽ തന്നെ കെമിസ്ട്രി, ഫിസിക്സ്, പല വിഷയങ്ങളും പണി തന്നു എന്ന് തന്നെ പറയാം. ഇംഗ്ലീഷ് ഉൾപ്പെടെ ചിലർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എപ്പോഴൊക്കെ പരീക്ഷകൾ കടുപ്പമാക്കിയിട്ടുണ്ടോ അപ്പോഴൊക്കെ വിജയശതമാനം കൂടിയിട്ടേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഒരു തരത്തിൽ ശരിയാണ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഇത്തവണ ഇമ്പ്രൂവ്മെൻ്റ് എഴുതിയ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവും. കാരണം ഇമ്പ്രൂവ്മെൻ്റ് എഴുതിയത് നിങ്ങൾ +1 പരീക്ഷയുടെ കൂടെയാണ്. അപ്പോൾ +2 നല്ല കടുപ്പമായിരുന്നു. പക്ഷേ ഇത്തവണ പൊതുവേ എനിക്കറിയാൻ സാധിച്ചത്, പല വിദ്യാർത്ഥികളും പറഞ്ഞത്, ഈ ഒരു പരീക്ഷ റിസൾട്ടിൻ്റെ ഭാഗമായിട്ട്, അതായത് ഈ +1 ഇമ്പ്രൂവ്മെൻറ്റും നിങ്ങളുടെ +2 റിസൾട്ടിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ സാധാരണ +1 എഴുതി വരുന്നവരുടെ പേപ്പർ നോക്കുന്ന പോലെ അല്ല +1 ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ പേപ്പർ നോക്കുന്നത്. ടീച്ചർമാരുടെ മൈൻഡ് സെറ്റ് വേറെ ആയിരിക്കും, ആ ഒരു വാല്യൂഷൻ ക്രൈറ്റീരിയ വേറെ ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് തന്നെ എഴുതിയ പലർക്കും ഏകദേശം ഒരു 60% പേർക്കും ഇത്തവണ മാർക്ക് കൂടി. അതിനർത്ഥം ആ ഒരു രീതിയിലെ വാല്യൂഷൻ എന്തായാലും എഫക്റ്റീവായിട്ട് +2കാർക്ക് ഗുണം ചെയ്തു എന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്തവണ വരാൻ പോകുന്ന മെയ് 22 3 മണിക്ക് പബ്ലിഷ് ചെയ്ത് 4 മണിയോടുകൂടി നിങ്ങൾ അറിയാൻ പോകുന്ന നിങ്ങളുടെ +2, നമ്മുടെ സ്കൂൾ ലൈഫിലെ തന്നെ ഏറ്റവും അവസാനത്തെ പരീക്ഷാ റിസൾട്ട്, ഒഫീഷ്യലായിട്ടുള്ള പരീക്ഷാ റിസൾട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ടഫോ നിങ്ങൾക്ക് പണി തരുന്നതോ ആകാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. അതിനേക്കാളും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്ന മാർക്കുകൾ ലഭിക്കുവാനും, നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളോടൊപ്പം പഠിച്ചവർക്ക് പോലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മാർക്കുകൾ ലഭിക്കുവാനുമുള്ള സാധ്യതയാണ് 2025 ഈ ഒരു സിനാരിയോയിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ വിജയശതമാനം കൂടുവാനുള്ള സാധ്യതയുമുണ്ട്. നിങ്ങൾ ഈ പേടിക്കുന്ന പോലൊരു കാര്യം നടക്കാൻ സാധ്യതയും ഇല്ല. അതിനർത്ഥം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ പറയാം. ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം, ഈ ടോപ്പിൽ നിൽക്കുന്നവർക്ക് അഡ്മിഷൻ കിട്ടും. പക്ഷേ ഈ കുറേ പേര് വിജയിക്കുമ്പോൾ അഡ്മിഷൻ പ്രധാന സ്ട്രീമുകളിലേക്ക് കിട്ടാൻ പാടായിരിക്കും. അപ്പം അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എന്തായാലും നാളെ റിസൾട്ട് വരുന്നു, അതിനുശേഷം ഈ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഡിഗ്രി മാത്രമല്ല, എൻജിനീയറിംഗ് മാത്രമല്ല, നീറ്റ് മാത്രമല്ല. അപ്പോൾ ഈ ഒരുപാട് ഓപ്ഷൻസ് കൂടി അല്ലാതെ വിജയിച്ച് വരുന്ന വിദ്യാർത്ഥികൾ നോക്കേണ്ടതുണ്ട് എന്നുകൂടി ജസ്റ്റ് സൂചിപ്പിക്കുകയാണ്. എന്തായാലും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ല മാർക്കുകൾ കിട്ടട്ടെ, പാസ്സാവട്ടെ, A+കൾ കിട്ടട്ടെ, ഉയർന്ന സ്കോറുകൾ കിട്ടട്ടെ. ആത്മാർത്ഥമായിട്ട് നെഞ്ചിൽ കൈവച്ച് ആത്മാർത്ഥമായിട്ട് അനുഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക.